അടുത്ത ദിവസം രാവിലെ നന്ദ ഏറെ വൈകിയാണ് എഴുന്നേറ്റത്. ചെന്നൈയിൽ പോയതിനുശേഷം ആദ്യമായി അവൾ തന്റെ പഴയ ഇഷ്ടങ്ങളിലേക്ക് തിരിച്ചുപോയി. അടുക്കളയിൽ കയറി അമ്മയെ സഹായിച്ചു. അപ്പുക്കുട്ടനുമായി വീട്ടിൽ വീണ്ടും പഴയ ചിരിയും കളികളും നിറഞ്ഞു. എന്താ നന്ദൂട്ടി, ഇന്ന് മുഖത്തൊരു പ്രത്യേക തെളിച്ചം ഉണ്ടല്ലോ? ശ്രീദേവി ചായ പകരുന്നതിനിടയിൽ മകളെ നോക്കി ചോദിച്ചു. ഒന്നുമില്ലമ്മേ. പരീക്ഷയും ചെന്നൈയിലെ തിരക്കുമൊക്കെ കഴിഞ്ഞ് സമാധാനമായി ഒന്ന് ഇരിക്കാൻ പറ്റിയത് ഇപ്പോഴല്ലേ, നന്ദ കള്ളച്ചിരിയോടെ പറഞ്ഞു. അന്നേരം മുറ്റത്ത് ഗൗതമിന്റെ ബൈക്ക് വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു. നന്ദയുടെ ഹൃദയം ഒന്ന് വേഗത്തിൽ മിടിച്ചു. സാധാരണ ഗൗതം വരുമ്പോൾ മുറിയിലേക്ക് ഓടി ഒളിക്കുന്ന നന്ദ ഇന്ന് ഹാളിൽ തന്നെ ഇരുന്നു. ഗൗതം അകത്തേക്ക് കയറി വന്നപ്പോൾ കണ്ടത് സോഫയിലിരുന്ന് അപ്പുക്കുട്ടനോട് കുസൃതി കാട്ടുന്ന നന്ദയാണ്. അവളുടെ ചുണ്ടിന്റെ കോണിൽ പഴയ ആ വികൃതി ചിരി തെളിഞ്ഞു നിൽക്കുന്നു. ഹാ, നമ്മുടെ ചെന്നൈ റിട്ടേൺ മാനേജർ ഇന്ന് നേരത്തെ എഴുന്നേറ്റല്ലോ? ഗൗതം ചിരിച്ചുകൊണ്ട് അവളുടെ അരികിലെത്തി. നന്ദ തലയുയർത്തി അവനെ നോക്കി. അതേയല്ലോ. ഗൗതമേട്ടൻ എന്താ ഇത്ര നേരത്തെ? സൈറ്റിൽ പോകണ്ടേ? പോണം നന്ദൂട്ടി. പക്ഷേ പോകുന്ന വഴിക്ക് നന്ദൂട്ടിയെ ഒന്ന് കണ്ടിട്ട് പോകാമെന്നു കരുതി. കുറച്ചു ദിവസമായി നന്ദൂട്ടി ആകെ ഗൗരവത്തിലായിരുന്നല്ലോ. എനിക്ക് വല്ലാത്ത വിഷമമായിരുന്നു. ഗൗതം അവളുടെ തലയിൽ മെല്ലെ തട്ടി. അവൾ അവനെ നോക്കി കണ്ണുരുട്ടി. എനിക്ക് എന്ത് ഗൗരവം? അതൊക്കെ ഏട്ടന്റെ തോന്നലാണ്. ഗൗതം ചിരിച്ചുകൊണ്ട് അവളുടെ അരികിലിരുന്നു. അവരുടെ സംസാരം പഴയതുപോലെ തമാശകളിലേക്കും ചെറിയ കളിയാക്കലുകളിലേക്കും നീണ്ടു. അന്ന് വൈകുന്നേരം നന്ദയും നേനയും കൂടി ഗൗതമിന്റെ പുതിയ പ്രോജക്ട് സൈറ്റിലേക്ക് പോയി. വലിയൊരു കുന്നിൻ മുകളിൽ പണിയുന്ന വില്ല പ്രോജക്ട്. ചുറ്റും പച്ചപ്പും തണുത്ത കാറ്റും. ഗൗതം അവിടെ ലേബർമാരോട് നിർദ്ദേശങ്ങൾ നൽകുന്നത് കണ്ടപ്പോൾ നന്ദയ്ക്ക് വല്ലാത്തൊരഭിമാനം തോന്നി. ഇങ്ങോട്ട് വാ. ഇതാണ് ഇവിടുത്തെ മെയിൻ പോയിന്റ്. ഇവിടുന്ന് നോക്കിയാൽ താഴെ പുറ കാണാം. ഗൗതം ആവേശത്തോടെ അവരെ വിളിച്ചു. നന്ദ അവന്റെ അടുത്തേക്ക് ചെന്ന് താഴേക്ക് നോക്കി. ശരിക്കും മനോഹരമായ കാഴ്ച. കാറ്റിൽ അവളുടെ മുടിയിഴകൾ പറക്കുന്നുണ്ടായിരുന്നു. ഗൗതം അവളെ നോക്കി ചിരിച്ചു. ഈ പ്രോജക്റ്റിന്റെ ലാൻഡ്സ്കേപ്പിംഗ് നിങ്ങൾക്ക് വിട്ടുതന്നാലോ എന്ന് ഞാൻ ആലോചിക്കുന്നു. ചെന്നൈയിൽ നിന്ന് നീ പഠിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ പ്രായോഗികമാക്കാം. സത്യമാണോ ഏട്ടാ? നന്ദയുടെ കണ്ണുകൾ വിടർന്നു. പിന്നല്ലാതെ. നിന്റെ ഐഡിയകൾക്ക് നല്ലൊരു പുതുമയുണ്ട്. അത് എനിക്ക് ഇഷ്ടമാണ്. ഗൗതമിന്റെ ആ അംഗീകാരം നന്ദയെ വല്ലാതെ സന്തോഷിപ്പിച്ചു. സിദ്ധാർത്ഥ് നാട്ടിൽ തന്നെയുണ്ടായിരുന്നുവെങ്കിലും അവൻ തന്റെ സ്വന്തം ജോലികളിലും ലാപ്ടോപ്പിലും മാത്രമായിരുന്നു ശ്രദ്ധിച്ചിരുന്നത്. ഹാളിലോ വരാന്തയിലോ അവരെ കാണുമ്പോൾ ഒരു നേർത്ത പുഞ്ചിരി നൽകി അവൻ തന്റെ മുറിയിലേക്ക് തന്നെ മടങ്ങും. അത് നന്ദയ്ക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. തന്റെ പ്രണയം ഒരു രഹസ്യമായി തന്നെ ഇരിക്കണമെന്നും അത് ഇനിയൊരാൾ അറിയാൻ പാടില്ലെന്നും അവൾ ആഗ്രഹിച്ചു. ശ്വേത ഇപ്പോൾ അവരുടെ കുടുംബത്തിലെ ഒരു നല്ല സുഹൃത്തായി മാറിയിരുന്നു. ഗൗതമിന് അവളോടുള്ളത് വെറും സൗഹൃദം മാത്രമാണെന്ന് ഉറപ്പായതോടെ നന്ദയുടെ ഉള്ളിലെ അസൂയയും ഭയവും പാടെ നീങ്ങി. ഒരു രാത്രി കനത്ത മഴ പെയ്യുകയായിരുന്നു. നന്ദ തന്റെ മുറിയിലെ ജനൽക്കൽ ഇരുന്നു പുറത്തെ മഴ നോക്കി. അപ്പുറത്തെ വീട്ടിലെ ഗൗതമിന്റെ മുറിയിൽ വെളിച്ചം അണഞ്ഞിട്ടില്ല. അവൻ ഇപ്പോഴും ഉറങ്ങിയിട്ടുണ്ടാകില്ല എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അവൾ പതുക്കെ തന്റെ ഡയറി എടുത്തു. അതിൽ അവൾ ഗൗതമിനായി വീണ്ടും വരികൾ കുറിച്ചു. നന്ദനം ഗ്രൂപ്പ് ഒരു വലിയ റിസോർട്ട് പ്രോജക്റ്റ് ഏറ്റെടുത്തു. അതിന്റെ ഡിസൈനിംഗ് ടീമിൽ ഗൗതമും നന്ദയും നേനയും ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഓഫീസിൽ ഫയലുകൾക്കിടയിൽ ഇരിക്കുമ്പോഴും സൈറ്റുകളിൽ പ്ലാനുകൾ ചർച്ച ചെയ്യുമ്പോഴും ഗൗതം അവരെ ഒപ്പം കൂട്ടി. അവരുടെ ഓരോ കൊച്ചു അഭിപ്രായങ്ങൾക്കും അവൻ വലിയ വില നൽകി. നന്ദ, നിന്റെ ഈ ഡിസൈൻ ആണ് ഈ റിസോർട്ടിന്റെ ഹൈലൈറ്റ് എന്ന് എനിക്ക് ഉറപ്പുണ്ട്, ഗൗതം പ്ലാൻ നോക്കി ആവേശത്തോടെ പറഞ്ഞു. നന്ദ പുഞ്ചിരിച്ചു. അടുത്ത ദിവസം രാവിലെ നന്ദയും നേനയും കൂടി വരാന്തയിൽ ഇരുന്നു ചായ കുടിക്കുകയായിരുന്നു. അപ്പുക്കുട്ടൻ തന്റെ ചെറിയ സൈക്കിളുമായി അവർക്ക് ചുറ്റും വട്ടം ചുറ്റുന്നുണ്ട്. നന്ദ, ശ്വേതയുടെ കാര്യം ആലോചിച്ചപ്പോൾ നിനക്ക് സങ്കടം തോന്നിയിട്ടുണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു എനിക്ക്. ഗൗതമേട്ടൻ കറക്റ്റ് തീരുമാനമാ എടുത്തത്. അവർക്ക് തമ്മിൽ ഒരു പൊരുത്തവുമില്ലായിരുന്നു, നേന ചായ ഊതിക്കുടിച്ചുകൊണ്ട് പറഞ്ഞു. നന്ദ ഒന്ന് പുഞ്ചിരിച്ചു. അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ നേന? നമുക്ക് അതിൽ എന്ത് കാര്യം? ഓ, നീ വലിയ കാര്യവിവരമുള്ള കുട്ടിയായല്ലോ ചെന്നൈയിൽ പോയിട്ട്. നിന്റെ ഉള്ളിലിരിപ്പ് എനിക്കറിയില്ലേ? നേന അവളെ നോക്കി കണ്ണുരുട്ടി. അന്നേരം മുറ്റത്തേക്ക് ഗൗതമിന്റെ ബൈക്ക് വന്നു. അവൻ ബൈക്ക് സ്റ്റാൻഡ് ഇട്ട് ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു. എന്താ രാവിലെ തന്നെ രണ്ടും കൂടി വലിയ ചർച്ചയിലാണല്ലോ? എന്നെക്കുറിച്ചാണോ? ഗൗതം വരാന്തയിലെ തൂണിൽ ചാരിനിന്ന് ചോദിച്ചു. അയ്യോ ഏട്ടാ, ഏട്ടനെക്കുറിച്ച് പറയാൻ ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഞങ്ങൾ ആ പുതിയ റിസോർട്ട് പ്രോജക്റ്റിന്റെ കാര്യങ്ങൾ പറയുകയായിരുന്നു, നേന തട്ടിവിട്ടു. അന്ന് വൈകുന്നേരം നന്ദയും നേനയും ഗൗതമിനൊപ്പം സൈറ്റിലേക്ക് പോയി. സൈറ്റിൽ എത്തിയപ്പോൾ നേന പഴയതുപോലെ അവിടെയുള്ള മരത്തണലിൽ പോയി ഇരുന്നു. നന്ദയും ഗൗതമും ചേർന്ന് പ്ലാനുകൾ പരിശോധിച്ചു. നന്ദ, ഈ ഏരിയയിൽ നമുക്ക് ഇൻഡോർ പ്ലാന്റുകൾ വെച്ചാൽ എങ്ങനെയിരിക്കും?
നീ ചെന്നൈയിൽ കണ്ട ആ പുതിയ ഡിസൈനുകൾ ഒന്ന് ഓർത്തു നോക്കിയേ. ഗൗതം പ്ലാൻ നന്ദയുടെ നേർക്ക് നീട്ടി. നന്ദ തന്റെ ഐഡിയകൾ ഓരോന്നായി പറഞ്ഞുകൊടുത്തു. അവർ തമ്മിലുള്ള സംസാരം പൂർണ്ണമായും ജോലിയെക്കുറിച്ചായിരുന്നു. ഇടയ്ക്ക് ഗൗതം തമാശകൾ പറയുമെങ്കിലും നന്ദ പഴയതുപോലെ അധികം ചിരിക്കാതെ ഗൗരവം നിലനിർത്താൻ ശ്രമിച്ചു. തന്റെ ഉള്ളിലെ പ്രണയം ഒരു നിമിഷം പോലും പുറത്തു ചാടാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചു. നന്ദ, നിനക്ക് ഇപ്പോൾ ഒരു മാറ്റമുണ്ടല്ലോ. പഴയ ആ കുറുമ്പിയായ നന്ദൂട്ടിയല്ല നീ ഇപ്പോൾ. നല്ലൊരു പ്രൊഫഷണൽ ആയിട്ടുണ്ട്. ഗൗതം അത് പറയുമ്പോൾ അവന്റെ കണ്ണുകളിൽ അതിശയമായിരുന്നു. സൈറ്റിൽ നിന്നും തിരിച്ചുവരുമ്പോൾ അവർ വഴിയരികിലുള്ള ഒരു തട്ടുകടയിൽ കയറി. നേനയ്ക്ക് അവിടെയുള്ള പലഹാരങ്ങൾ വലിയ ഇഷ്ടമാണ്. ഗൗതമേട്ടാ, എനിക്ക് ആ സ്പെഷ്യൽ സുഖിയൻ വേണം കേട്ടോ. നേന ഓർഡർ നൽകി. നീ ഇത് മുഴുവൻ തീർക്കുമോ നേന? നന്ദൂട്ടിയും നിന്നെപ്പോലെ അല്ലേ? ഗൗതം അവളെ കളിയാക്കി. അവൾ ചെന്നൈയിൽ പോയി മാന്യായതാ ഏട്ടാ. ഞാൻ പഴയ പടിയാ. നേന ചിരിച്ചു. അവർ മൂന്നുപേരും കൂടി സംസാരിച്ചും ചിരിച്ചും അവിടെ ഇരുന്നു. ഗൗതമിനോട് വല്ലാത്തൊരു അടുപ്പം തോന്നുമ്പോഴും അവൾ അത് ഉള്ളിലൊതുക്കി. രാത്രി വീട്ടിലെത്തിയപ്പോൾ സിദ്ധാർത്ഥ് ഹാളിലിരുന്ന് ടിവി കാണുന്നുണ്ടായിരുന്നു. അവർ മൂന്നുപേരും കേറി വരുന്നത് അവൻ ഒന്നു നോക്കി, എന്നിട്ട് തിരിഞ്ഞു ടിവിയിലേക്ക് തന്നെ ശ്രദ്ധിച്ചു. അവൻ ഒന്നും ചോദിക്കാൻ വന്നില്ല എന്നത് നന്ദയ്ക്ക് വലിയ സമാധാനം നൽകി. മുറിയിലെത്തിയ നന്ദ തന്റെ പഴയ ഡയറി തുറന്നു. അതിൽ പകുതി കീറിപ്പോയ ബാക്കി താളുകളിൽ അവൾ ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് ഒരു വരി കുറിച്ചു. ഡയറി പൂട്ടിവെച്ച് ജനലിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കിയപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ഗൗതമിന്റെ റൂമിലെ ലൈറ്റ് അണയുന്നത് അവൾ കണ്ടു. ഒരു ചെറുപുഞ്ചിരിയോടെ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. നന്ദനം ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ പ്രോജക്റ്റ് വയനാട്ടിലെ പച്ചപ്പും മലനിരകളും നിറഞ്ഞ ഒരിടത്തായിരുന്നു. അവിടെ സൈറ്റിനോട് ചേർന്ന് തന്നെ താമസിക്കാൻ തീരുമാനിച്ചപ്പോൾ എല്ലാവരിലും ഒരു വിനോദയാത്രയുടെ ആവേശം നിറഞ്ഞു. വയനാടൻ ചുരത്തിലെ കോടമഞ്ഞും തണുപ്പും ആസ്വദിച്ചായിരുന്നു അവരുടെ യാത്ര. എല്ലാവരും ഒരുമിച്ച് ഒരു കാറിൽ ആയിരുന്നു. മീര, അപ്പുനോട് സീറ്റിൽ അടങ്ങിയിരിക്കാൻ പറ. ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അർജുൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ അടങ്ങി ഇരിക്കില്ല അച്ഛാ. എനിക്ക് കാക്കയെ കാണണം. 3 വയസ്സുകാരൻ അപ്പു ഗൗതമിന്റെ മടിയിൽ ഇരുന്നു പുറത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. ഗൗതം അവനെ ചേർത്തുപിടിച്ചു. കാക്കയല്ല അപ്പു. നമുക്ക് അവിടെ ചെന്നാൽ മാനിനെയും മയിലിനെയുമൊക്കെ കാണാം കേട്ടോ. പിറകിലെ സീറ്റിലിരുന്ന് നന്ദ ഈ കാഴ്ച കണ്ടു പുഞ്ചിരിച്ചു. സിദ്ധാർത്ഥ് തൊട്ടപ്പുറത്തെ സീറ്റിൽ കണ്ണടച്ച് ഹെഡ്ഫോണും വെച്ചിരിക്കുകയായിരുന്നു. അവൻ ചുറ്റുമുള്ള തമാശകളിലൊന്നും അത്ര താൽപര്യം കാണിച്ചില്ല. വയനാട്ടിൽ അവർക്കായി ബുക്ക് ചെയ്തിരുന്നത് തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലുള്ള മനോഹരമായ ഒരു ബംഗ്ലാവായിരുന്നു. തണുത്ത കാറ്റും പച്ചപ്പും നിറഞ്ഞ ആ അന്തരീക്ഷം കണ്ടപ്പോൾ തന്നെ നന്ദയുടെ മനസ്സിലെ എല്ലാ ടെൻഷനുകളും പമ്പ കടന്നു. നന്ദ, നേന, നിങ്ങൾ രണ്ടുപേരും ഈ റൂം എടുത്തോ. അർജുനും ഞാനും അടുത്ത മുറിയിലുണ്ടാകും. മീര ബാഗുകൾ അടുക്കിവെക്കുന്നതിനിടയിൽ പറഞ്ഞു. മീര ഏട്ടത്തി, എനിക്ക് ഇവിടെ നിൽക്കാൻ വല്ലാത്ത പേടി. രാത്രിയിൽ വല്ല ആനയും വരുമോ? നേന കളിയായി ചോദിച്ചു. ആന വന്നാൽ നമ്മുടെ സിദ്വേട്ടൻ ഉണ്ടല്ലോ നേന. ഏട്ടൻ നോക്കിക്കോളും, നന്ദ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അന്നേരം അർജുനും ഗൗതമും കൂടി സൈറ്റിലേക്ക് ഒന്നു പോകാൻ ഇറങ്ങി. സിദ്ധു, നീ വരുന്നോ സൈറ്റ് വരെ? അർജുൻ ചോദിച്ചു. സിദ്ധാർത്ഥ് മെല്ലെ എഴുന്നേറ്റു. വരാം. ലാൻഡ് സർവേയുടെ റിപ്പോർട്ട് ഒന്നുകൂടി നോക്കാനുണ്ട്. അവർ മൂന്നുപേരും പോകുന്നത് നോക്കി നിൽക്കുമ്പോൾ ഗൗതം തിരിഞ്ഞുനിന്ന് നന്ദയെ ഒന്നു നോക്കി കണ്ണു ചിമ്മി. ആ നിമിഷം അവളുടെ ഹൃദയമിടിപ്പ് ഒന്നുകൂടി വർദ്ധിച്ചു. രാത്രിയായപ്പോൾ നല്ല തണുപ്പ് അനുഭവപ്പെട്ടു. എല്ലാവരും ഹാളിന് നടുവിലെ വലിയ ഫെയർപ്ലേസിനു ചുറ്റും ഒത്തുകൂടി. അപ്പുക്കുട്ടൻ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നുണ്ട്. അപ്പൂ, അവിടെ പോയി ഇരിക്ക്. വീഴും. മീര അവനെ പിടിക്കാൻ പുറകെ ഓടി. അർജുൻ ലാപ്ടോപ്പിൽ സൈറ്റ് പ്ലാനുകൾ നോക്കുകയായിരുന്നു. സിദ്ധാർത്ഥ് ദൂരെ ഇരുന്ന് ഒരു പുസ്തകം വായിക്കുന്നു. നന്ദ, നമുക്ക് ഈ റിസോർട്ടിന്റെ ബാൽക്കണികൾ എല്ലാം കിഴക്കോട്ട് തിരിച്ചുവെച്ചാലോ? അതിരാവിലെ മഞ്ഞ് വീഴുന്നത് കാണാൻ അതിഥികൾക്ക് ഇഷ്ടപ്പെടും. ഗൗതം നന്ദയുടെ അടുത്തേക്ക് വന്നിരുന്നു പതുക്കെ പറഞ്ഞു. അത് നല്ലൊരു ഐഡിയ ആണ് ഏട്ടാ. ഞാൻ സ്കെച്ചിൽ അത് മാറ്റം വരുത്താം. നന്ദ ഗൗതമിനോട് ചേർന്നിരുന്നു പ്ലാനുകൾ ചർച്ച ചെയ്തു. അവരുടെ തലകൾ തമ്മിൽ അടുത്തപ്പോൾ നന്ദയ്ക്ക് ഗൗതമിന്റെ പെർഫ്യൂമിന്റെ ഗന്ധം അനുഭവപ്പെട്ടു. അവൾ അറിയാതെ ഒന്നുകൂടി അവനിലേക്ക് അടുത്തു. നേന ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു ഫോണിൽ റീൽസും ആസ്വദിച്ചു ഇരുന്നു. പെട്ടെന്നാണ് അപ്പുക്കുട്ടൻ ഓടിവന്ന് സിദ്ധാർത്ഥിന്റെ കൈയിലിരുന്ന പുസ്തകത്തിൽ പിടിച്ചു വലിച്ചത്. അപ്പൂ, ഏട്ടനെ ശല്യം ചെയ്യരുത്. അർജുൻ വേഗം അവനെ മാറ്റാൻ നോക്കി. പക്ഷേ സിദ്ധാർത്ഥ് അപ്പുവിനെ എടുത്തു മടിയിൽ ഇരുത്തി. സാരമില്ല അർജുൻ, ഇവൻ ഇവിടെ ഇരുന്നോട്ടെ. സിദ്ധാർത്ഥിന്റെ ആ മുഖത്തെ ഗൗരവം അപ്പുക്കുട്ടന്റെ മുന്നിൽ അലിഞ്ഞു പോകുന്നത് കണ്ടു നന്ദ അത്ഭുതപ്പെട്ടു. നേന പതുക്കെ നന്ദയുടെ കാതിൽ മന്ത്രിച്ചു. നോക്കിയേ, സിദ്ധു ഏട്ടൻ ചിരിക്കുന്നു. നന്ദ അവളോട് കണ്ണുരുട്ടി കാണിച്ചു. രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ ജനലിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നന്ദ നോക്കി നിന്നു.
ദൂരെ കാട്ടിൽ നിന്നും ചീവീടുകളുടെ ശബ്ദം കേൾക്കാം. അർജുൻ ഏട്ടനും മീര ഏട്ടത്തിയും അപ്പുവും കൂടെയുള്ള ഈ യാത്ര തനിക്ക് വലിയൊരു ആശ്വാസമാണ് നൽകിയത്. ഗൗതമിനോടൊപ്പം ജോലി ചെയ്യാനും അവന്റെ സാന്നിധ്യം അനുഭവിക്കാനും ഈ യാത്ര കൂടുതൽ അവസരങ്ങൾ നൽകുന്നു. എന്റെ ഈ പ്രണയം ആരും അറിയാതെ ഇങ്ങനെ തന്നെ മുന്നോട്ടു പോകട്ടെ. ഗൗതമേട്ടന്റെ ഈ സ്നേഹവും കരുതലും എന്നും എന്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രം മതി, നന്ദ മനസ്സിൽ മന്ത്രിച്ചു. രാത്രിയുടെ നിശബ്ദതയിൽ അപ്പുറത്തെ മുറിയിൽ ഗൗതമും അർജുനും സംസാരിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് അവൾ കണ്ണുകൾ ചിമ്മി. നാളെ സൈറ്റിൽ ഗൗതമിനൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാമെന്ന പ്രതീക്ഷയോടെ അവൾ ഉറക്കത്തിലേക്ക് ആണ്ടു.